എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാനിപ്പോൾ എറണാകുളം ജില്ലയിൽ കോതമംഗലത്തിനടുത്ത് തട്ടേക്കാട് എന്നൊരു സ്ഥലമുണ്ട്. അതായത് കോതമംഗലം കഴിഞ്ഞ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് പുന്നേക്കാട്, അത് കഴിഞ്ഞ് തട്ടേക്കാട്, അത് കഴിഞ്ഞ് കുട്ടമ്പുഴ, പൂയംകുട്ടി. അപ്പോൾ ഈ പ്രദേശത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, വളരെ പ്രകൃതി സുന്ദരമായ സ്ഥലമാണ്, വനമാണ്. ഈ പ്രദേശത്തൊക്കെ വനമാണ്. ഇത് പൂയംകുട്ടി വനമാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളായിരിക്കുന്നത് പെരിയാറിൻ്റെ തീരത്താണ്. അപ്പോൾ ഇതിൻ്റെ മുൻ സൈഡിൽ പെരിയാർ റിവറാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പുറകിലൊരു റിസോർട്ടുണ്ട്. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ സ്ഥലങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഇവിടെ വരാനും ഇവിടെ ഫാമിലിയായിട്ടൊക്കെ വരാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടെ വന്നാൽ ബോട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്, താമസിക്കാനുള്ള ഹോം സ്റ്റേകളുണ്ട്. അങ്ങനെ ഒരു പ്രദേശമാണ്, പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് പാസ്റ്റർ ജോളി ഐസക്. പാസ്റ്റർ ജോളി ഐസക്കുമായിട്ട് എനിക്ക് ഏതാണ്ട് ഒരു 25 വർഷമായിട്ട് പരിചയമുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് ഒരു പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്തതാണ്. എന്നാൽ പാസ്റ്റർ ഇപ്പോൾ കോതമംഗലത്ത് സുവിശേഷ വേല ചെയ്യുന്നു. അതോടൊപ്പം ഈ വനത്തിൽ ഒരു ചെറിയ ജോലി അദ്ദേഹത്തിനുണ്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രദേശത്തൊക്കെ വരാനും കാണാനും ഒക്കെ ഈ പാസ്റ്ററെ വിളിച്ചാൽ നിങ്ങൾക്ക് ഈ പ്രദേശമൊക്കെ വരാനും കാണാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് പാസ്റ്ററുടെ ജീവിത അനുഭവവുമായി ബന്ധപ്പെട്ട അനുഭവ സാക്ഷ്യം കേൾക്കാം. പാസ്റ്ററെ, ഗോസ്പൽ TV UP എന്ന ഈ ചാനലിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. പാസ്റ്ററുടെ വിലപ്പെട്ട സമയം ഈ ചാനലിന് വേണ്ടി ചെലവഴിക്കുന്നുള്ള നന്ദി അറിയിക്കുന്നു. ആദ്യമായിട്ട് ഈ പ്രദേശത്തെക്കുറിച്ചൊന്ന് പറയാമോ? നമ്മുടെ ഈ പൂയംകുട്ടി, തട്ടേക്കാട്, പുന്നേക്കാട്, ഈ പ്രദേശത്ത് ഇതിൻ്റെ ഈ വനം, ഇതിൻ്റെ പ്രകൃതി സൗന്ദര്യം, അതുപോലെ വന്യമൃഗങ്ങൾ, ഇവിടുത്തെ പെരിയാറിലുള്ള മീൻപിടുത്തം, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? എൻ്റെ പേര് ജോളി ഐസക്. ഞാൻ താമസിക്കുന്നത് കോതമംഗലത്താണ്. കോതമംഗലത്തിനടുത്ത തട്ടേക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ച് വളർന്നത്. ഇവിടെ കോതമംഗലത്ത് ഇൻഡിപെൻഡൻ്റ് ഒരു ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പം നമ്മൾ ഇരിക്കുന്ന ഈ സ്ഥലം ചേലമല എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലം അതായത് പുന്നേക്കാടിനും തട്ടേക്കാടിനും ഇടയ്ക്കുള്ള സ്ഥലമാണ്. ഇവിടെ ചേര വംശത്തിൽപ്പെട്ട രാജാക്കന്മാർ വേനൽക്കാല സമയത്ത് താമസിച്ചുകൊണ്ടിരുന്ന ഒരു വേനൽക്കാല വസതി എന്നാണ് ഇവിടെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ പുറകിൽ ഭാഗത്ത് കാണുന്ന ഒരു മലയും അതുമായിട്ട് ബന്ധപ്പെട്ട് അവരിവിടെ താമസിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആ കാലങ്ങളിൽ ഒരു വലിയ വസൂരി കണ്ടാനെന്ന് പറഞ്ഞ ഒരു രോഗം വന്നങ്ങനെ ഇവിടെ താമസിക്കുന്ന മുഴുവൻ ആളുകളുടെ വംശനാശം വന്ന് മരണപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ ഭാഗത്തേക്ക് അങ്ങനെ അധികം ആരും വരാറില്ലായിരുന്നു ആ കാലത്ത്. അങ്ങനെ പിൻകാലത്ത് അത് വനം വകുപ്പ് ഏറ്റെടുക്കുകയും അങ്ങനെ ഇത് വനമായി തീരുകയും ചെയ്തതാണ്. വളരെ പ്രകൃതി മനോഹരമായൊരു സ്ഥലമാണ്. നമ്മൾ പെരിയാറാണ് ഞങ്ങളിരിക്കുന്ന തൊട്ട് മുമ്പിൽ കാണുന്നത് പെരിയാറാണ്. ഈ പെരിയാറ് 2 പുഴകൾ അതിൻ്റെ കുറച്ചും കൂടെ താഴത്തേക്ക് മാറിയിട്ട് കൂട്ടിക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ കൂട്ടിക്കൽ ആ സ്ഥലത്ത്, അതായത് നമ്മുടെ പെരിയാറിൽ തന്നെയല്ലേ ഈ ഭൂതത്താങ്കെട്ട്? അതെ, ഭൂതത്താങ്കെട്ടിൻ്റെ തൊട്ട് മുകളിലായിട്ട്. ഇപ്പോൾ നമ്മളിരിക്കുന്ന സ്ഥലം കൂട്ടിക്കലാണ്. ഈ കൂട്ടിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ മൂന്നാർ കല്ലാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ആരംഭിച്ച് വരുന്ന പുഴ, അതായത് നമ്മുടെ മാങ്കുളം ഭാഗത്തു നിന്ന് ഒഴുകിയെത്തുന്ന ആ പുഴയും, അതുപോലെ തന്നെ ഇടമലയാർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും ഒഴുകി വരുന്ന പുഴയും പെരിയാറും കൂടെ ഒരുമിച്ച് കൂട്ടിക്കൽ എന്ന് പറയുന്ന ഭാഗത്ത് ഒരുമിച്ച് ചേർന്ന് നേരെ കടലിലേക്ക് പോയി ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബേഡ് സാഞ്ചുറി, തട്ടേക്കാട്, പക്ഷി സങ്കേതമെല്ലാം ഇതിനോട് മറ്റ് ബന്ധപ്പെട്ട് നമ്മളിരിക്കുന്ന ഈ ഭാഗമാണ് ബേഡ് സാഞ്ചുറിയുടെ ഭാഗം. ഇത് പക്ഷി സങ്കേത സ്ഥലമാണ്, പക്ഷി സങ്കേതമാണ്. ധാരാളം പക്ഷികളുണ്ട് ഇവിടെ. മാത്രമല്ല കാട്ടുമൃഗങ്ങളായിട്ടുള്ള ആന, അതുപോലെ കടുവ, അതുപോലുള്ള വന്യജീവികളും, മാത്രമല്ല നമ്മുടെ കിങ്കോബ്ര, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കിങ്കോബ്രയുള്ള സ്ഥലം നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന സ്ഥലത്താണെന്നുള്ളതാണ് ഇപ്പോൾ അടുത്ത കാലത്ത് പഠനത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടും വിശേഷത മാറുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ. ഇവിടുത്തെ ഈ ഒരു പ്രകൃതി സൗന്ദര്യത്തെക്കുറിച്ചൊന്ന് പറയാമോ? പ്രകൃതി സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഈ പുഴയോട് 2 തീരങ്ങളിലുമായിട്ട് പൂമരങ്ങളും അതുപോലുള്ള മരങ്ങളും വളരെ പച്ചപ്പാണ്. ഏതൊരു സമയത്ത് വന്നാലും, വർഷത്തിൽ വന്നാലും വേനൽക്കാലത്ത് വന്നാലും
നമ്മുടെ ഹൃദയത്തെ കുളിർമയാർന്ന രീതിയിലുള്ള ഒരു പച്ചപ്പ് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല പുഴയുടെ 2 സൈഡിലും ധാരാളം പക്ഷികളെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഏറ്റവും പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലം, അതായത് നമുക്ക് ഈ തട്ടേക്കാടും ഭൂതത്താൻകെട്ടും ഒക്കെ വന്ന് നിന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്ന പെരിയാറിൻ്റെ തീരപ്രദേശങ്ങളെല്ലാം വളരെ മനോഹരമാണ്. കാരണം വൃക്ഷങ്ങൾ കൊണ്ടും പച്ചപ്പ് കൊണ്ടും നിറഞ്ഞ ഏറ്റവും നല്ലൊരു പ്രകൃതി മനോഹരമായ സ്ഥലമാണ്. അതെ. അപ്പോൾ ഇവിടെ ഈ ബോട്ടില്ല, വള്ളത്തെ യാത്ര ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. ഇപ്പം നമ്മൾ നിലവിൽ തട്ടേക്കാട് മുമ്പൊരു ബോട്ട് ദുരന്തം നടന്ന ശേഷം പിന്നീട് ഇപ്പോൾ അവിടെ തട്ടേക്കാടെന്നില്ല, മറിച്ച് ഭൂതത്താൻകെട്ടിൽ നിന്ന് ബോട്ട് സർവീസ് ഉണ്ട്. അപ്പോൾ തന്നെ തട്ടേക്കാട് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോട്ട് സർവീസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് പെരിയാറിലൂടെ ഭൂതത്താൻകെട്ട്, അതുപോലെ കുട്ടമ്പുഴ ഭാഗം, നേര്യമംഗലം ഭാഗം വരെയുള്ള ഭാഗത്തൂടെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയും. ഈ ഭൂതത്താൻകെട്ടെന്നുള്ള പേര് വരാൻ എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? ഭൂതത്താൻകെട്ടെന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട്, അതായത് ഒരു ഐതിഹ്യമാണ് പറയുന്നത്. ഈ ഭൂതങ്ങളെല്ലാം കൂടെ ചേർന്ന് ഈ പുഴയെ വട്ടം മണ്ണിട്ട് അന്നത്തെ കാലത്ത് നികത്തി അത് അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് വെള്ളം മറ്റൊരു ഭാഗത്ത്, അതായത് ഈ ഹൈന്ദവ ആരാധനാലയമായിട്ടുള്ള തൃക്കാരൂർ ക്ഷേത്രം ഇല്ലായ്മ ചെയ്യാനായിട്ട് പിശാച് ശ്രമിച്ചു. അങ്ങനെ ആ സമയത്ത് തൃക്കാരൂരുള്ള ആ ദേവൻ ഒരു കോഴിയെ പോലെ കൂവുകയും അതിനുശേഷമായിട്ട് പിന്നീട് പണി ഉപേക്ഷിച്ച് അവർ പോയെന്നൊക്കെയാണ് ഐതിഹ്യം പറയുന്നത്. അപ്പോൾ നിലവിൽ ഭൂതത്താൻകെട്ട് ഒരു ഡാമാണ്. അപ്പോൾ അവിടെ ഡാം ഷട്ടറുകൾ പിടിപ്പിച്ച് അതിലൂടെ വെള്ളം ഒഴുക്കി വിടുകയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ കറണ്ട് ഉൽപ്പാദനം കൂടെ നടത്താനായിട്ടുള്ള സംവിധാനം കൂടെ അവിടെ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ തട്ടേക്കാട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥലമാണ് കുട്ടമ്പുഴ. തട്ടേക്കാട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥലം കുട്ടമ്പുഴ കഴിഞ്ഞാൽ പൂയംകുട്ടി. ഉരുളന്തണ്ണി എന്ന് വെച്ചാൽ നമ്മൾ കുട്ടമ്പുഴയിൽ നിന്ന് ഉള്ളിലോട്ട് കയറി പോകുന്ന ഭാഗമാണ് ഉരുളന്തണ്ണി വഴി മാമലക്കണ്ടം, ഇരുമ്പുപാലം, മാമലക്കണ്ടം വഴി എളംപ്ലാശ്ശേരി വഴി നമുക്ക് ആനക്കുളം പോവാം. ആനക്കുളം വഴി അങ്ങനെ മാങ്കുളം ചെന്ന് മാങ്കുളം വഴി മൂന്നാർ പോവാം. ഈ ആലുവ മൂന്നാർ റോഡ് എന്ന് പറയുന്ന ഒരു രാജപാത ഇവിടെ നിലവിലുണ്ട്. ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള സമരങ്ങളും കാര്യങ്ങളും എല്ലാം നടന്നു വരുന്നുണ്ട്. നാട്ടുകാരും പൊതുജനങ്ങളും എല്ലാവരും. വണ്ടി സർവീസ് ഉണ്ടോ? നിലവിലിപ്പോൾ ആ ഭാഗം നമ്മുടെ മാമലക്കണ്ടം വരെയാണ് ഇപ്പം അവിടെ നമുക്ക് യാത്ര ചെയ്ത് പോകാൻ പറ്റുന്നുള്ളൂ. പക്ഷെ കരിന്തിരി എന്ന് പറയുന്ന സ്ഥലം, ഇവിടെ നിന്ന് നമ്മൾ പൂയംകുട്ടി കൂന്തറപ്പുഴ വഴി, അതായത് കുറത്തിക്കുടി വഴി കടന്നു പോകുന്ന ആ റോഡ് കരിന്തിരി എന്ന് പറയുന്ന സ്ഥലത്ത് മണ്ണിടിഞ്ഞ് ഒരു മലയിടിഞ്ഞ് കിടക്കുന്നുണ്ട്. അതിലെ ആ വഴി തടസ്സപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ തന്നെ പീണ്ടിമേട് വഴി ഉള്ള വഴി നിലവിലുണ്ട്. പൂയംകുട്ടി പദ്ധതിക്ക് വേണ്ടിയിട്ട് അവിടെ അന്ന് ചെയ്തിട്ടിരിക്കുന്ന മെറ്റൽ വിരിച്ച റോഡുകളാണ്. അപ്പോൾ ഇത് വനംവകുപ്പിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ വന്നതോടുകൂടെയാണ് അത് തുറന്നു കൊടുക്കാത്തത്. അത് എന്തായാലും കാലതാമസം പിന്നെ അത് തുറന്നു കൊടുക്കുകയും നമ്മുടെ മൂന്നാറിലേക്ക് ഏറ്റവും നല്ലൊരു ബൈപ്പാസ്, അതായത് നമുക്ക് സൈക്കിളിൽ യാത്ര ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു റോഡെന്നുള്ള ഒരു വിശേഷതയാണ് ഈ വഴിക്കുള്ളത്. കാരണം അന്നത്തെ കാലത്ത് ഉള്ള ഒരു എഞ്ചിനീയറിംഗ് സിസ്റ്റം അനുസരിച്ച് അവർ കണ്ടെത്തിയ കാളവണ്ടിയിലൂടെ അല്ലെങ്കിൽ കുതിരവണ്ടിയിലൂടെ ഒക്കെ സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് സൈക്കിൾ ചവിട്ടി ഈസി ആയിട്ട് പൂത്താൻകെട്ടിൽ ഇവിടെ നിന്ന് നമ്മൾ തട്ടേക്കാട് മുതൽ അങ്ങ് മൂന്നാർ വരെ കയറ്റമില്ലാത്ത ഒരു റോഡായിട്ടാണ് അന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ പാസ്റ്റർക്ക് ഇപ്പോൾ നിലവിൽ എന്താണ് ഇതിൻ്റെ അകത്തുള്ള ഒരു ഡ്യൂട്ടി? ഞാനിപ്പോൾ വനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിപ്പോൾ ഒരു അസിസ്റ്റൻ്റ് BFO ആയിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അല്ല, അതെന്താ പ്രധാന ജോലി? പ്രധാന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RRT എന്ന് പറയും. അതായത് വനംവകുപ്പിൻ്റെ ഇപ്പോൾ റാപ്പിഡ് റെസ്പോൺസ് ടീം എന്ന് പറയും. ആ ടീമിൽ നമ്മൾ ആന അതുപോലുള്ള വന്യജീവികളൊക്കെ ജനവാസ മേഖലയിലേക്ക് വരുമ്പോൾ ആ ഭാഗത്ത് നമ്മൾ ചെന്നിട്ട് ആനയെ തുരത്തുവാനും അതുപോലെ മറ്റ് വന്യജീവികളെ ഓടിച്ചു മാറ്റി സംവിധാനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇപ്പോൾ നിലവിൽ തോക്കുണ്ട്. അതുപോലെ ആനയെ തുരത്താനായിട്ട് തോക്കെന്ന് പറഞ്ഞാൽ റബ്ബർ ബുള്ളറ്റ് ഇട്ടാണ് നമ്മളതിനെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ മാത്രം ഉപയോഗിക്കാം. അങ്ങനെ സാഹചര്യം പിന്നെ പടക്കം പൊട്ടിച്ചോടിക്കും. പിന്നെ അതുപോലെ മറ്റ് അലാറം സിസ്റ്റങ്ങളുണ്ട്. ഇങ്ങനെയുള്ള നമുക്കൊരു വണ്ടിയുണ്ട്, RRTക്ക് ഒരു വണ്ടിയുണ്ട്. അതിനകത്ത് ലൈറ്റ് രാത്രികാലങ്ങളിലായതുകൊണ്ട് വലിയ ഉയർന്ന രീതിയിലുള്ള ലൈറ്റ് സംവിധാനങ്ങൾ വെച്ച് അത് വെട്ടം കാണുമ്പോഴത്തേനും ആന ഒരു പരിധിവരെ മാറിപ്പോകും. അതായത് പാസ്റ്റർ പറയുന്നത് ഇത് ഈ വന്യമൃഗങ്ങളുടെ ഒരു വലിയ ശല്യം നാട്ടുകാർക്കുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ആന ഇറങ്ങി വരും. അതുപോലെ മറ്റ് മൃഗങ്ങൾ, കടുവയുണ്ട്, കരടിയുണ്ട്, അതുപോലെ കാട്ടുപോത്ത്, കേഴ, മ്ലാവ്, ഇതുപോലെയുള്ള വന്യമൃഗങ്ങളൊക്കെ ഇവിടെ ഇറങ്ങി, കാട്ടുപന്നി, മുള്ളംപന്നി, ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇറങ്ങി ഇങ്ങനെ കൃഷി നശിപ്പിക്കും. ആ കൃഷി നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി വന്യമൃഗങ്ങൾ ഇറങ്ങിയാൽ അവരെ ഓടിക്കാൻ
വേണ്ടിയുള്ള ഒരു സംവിധാനമുണ്ട്. ഉവ്വ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പാസ്റ്റർ ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നത്. അതുമാത്രമല്ല, ഈ വനത്തിൽ പല മേഖലകളിലും ഈ ഇലക്ട്രിക് വയർ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഉണ്ട്. ആ, അപ്പം ഈ കറണ്ട് അടിച്ചാൽ ഈ വന്യമൃഗങ്ങൾക്ക് വല്ലതും സംഭവിക്കുമോ? ഇല്ല, അതിന് പറ്റത്തില്ല. നമ്മൾ ട്രിപ്പ് ഇറിഗേഷൻ പോലെ അതെ ട്രിപ്പായിട്ടാണ് വരുന്നത് കറണ്ട്. അപ്പോൾ നമ്മൾ ഒരു 10,000 വാൾട്ട് കറണ്ട് ഒരു പക്ഷെങ്കിൽ അതിലൂടെ വരുന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് നമ്മൾക്ക് അടിക്കുമ്പോൾ നമ്മൾ ഷോക്ക് പെട്ടെന്ന് അടിക്കും, പെട്ടെന്ന് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് മൃഗങ്ങൾക്കത് പെട്ടെന്നൊരു ഇറിറ്റേഷനായിട്ട് അത് തിരിച്ചു പോകും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അത് തൂക്ക് ഫെൻസിങ് ആണ് ഇപ്പോൾ നിലവിൽ ഇവിടെ ഇപ്പോൾ അവൈലബിൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ മേഖലയിൽ തട്ടേക്കാട് ഭാഗത്ത്. പാസ്റ്റർ ജനിച്ചതും വളർന്നതൊക്കെ ഏത് സ്ഥലത്താണ്? ഞാൻ ജനിച്ചത് നമ്മുടെ കോതമംഗലത്ത് നിന്ന് ഒരു 10 കിലോമീറ്റർ ഉള്ളിലായിട്ട് പുന്നേക്കാടെന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. എൻ്റെ പിതാവിൻ്റെ പേര് ഇസഹാക്ക്, എൻ്റെ അമ്മയുടെ പേര് ഏലിയാമ്മ. അവരുടെ 5ാമത്തെ മകനായിട്ട് ജനിക്കാനൊരു ഭാഗ്യം ഉണ്ടായി. ഒരു യാക്കോബായ കുടുംബ പശ്ചാത്തലത്തിലാണ് ദൈവം എനിക്ക് ജനിക്കുവാനായിട്ട് അവസരമുണ്ടായത്. അപ്പോൾ പിന്നീട് പാസ്റ്റർ ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വരാനായിട്ടുള്ളൊരു കാരണം എന്താണ്? ഞാൻ ഈ ദിവസവും രാവിലെ എൻ്റെ വീട്ടിലെ ഈ ആത്മീയാത്രയുടെ റേഡിയോ പ്രക്ഷേപണം കേൾക്കുമായിരുന്നു. ഇത് എല്ലാ ആളുകളും കേൾക്കുന്നത് പോലെ ഞാനും കേൾക്കുമായിരുന്നു. അപ്പോൾ അതിലൂടെ ഒരു ദിവസം ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി നേരിട്ട് ജീവിതം തന്നെ ആത്മഹത്യ ചെയ്ത് ഒടുക്കി കളയാനായിട്ട് ആ ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ കുറച്ചൊരു വനം നിറഞ്ഞ ഒരു ഭാഗമുണ്ട്, വിശാലമായിട്ടുള്ളൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ചെന്നിരിക്കുകയും അങ്ങനെ വളരെയേറെ ഭാരത്തോടെ ഇരിക്കുമ്പോൾ അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ പ്രാർത്ഥിക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെ മനസ്സിൽ വളരെ ഭാരത്തോടു കൂടി ഇരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തോട് ആരോ അങ്ങനെ സംസാരിക്കുന്നതായിട്ടുള്ളൊരു സന്ദേശം പോലെ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. നിൻ്റെ പാപം എത്ര കടിഞ്ഞുമപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുകയും നിൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുമെന്ന് ആരോ എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ തോളിൽ കൈപിടിച്ച് എന്നോട് സംസാരിക്കുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി. പിന്നീട് അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് അന്ന് രാത്രി വീട്ടിലേക്ക് പോവുകയും അതിരാവിലെ ഉണരുമ്പോൾ ഞാൻ റേഡിയോയിലൂടെ ഡോക്ടർ KP യോഹന്നാൻ അദ്ദേഹം സുവിശേഷം പറയുമ്പോൾ ഞാൻ മുമ്പ് ആ തലേ രാത്രിയിൽ കേട്ട അതേ സന്ദേശം ഇദ്ദേഹം റേഡിയോയിലൂടെ പറയുന്നത് കേട്ടു. അത് കേട്ടപ്പോൾ ഞാൻ വേഗത്തിൽ എഴുന്നേറ്റു. ഏകദേശം 6 മണി മുതൽ 6:15 വരെയുള്ള സമയത്താണ് ഈ റേഡിയോ സന്ദേശം കേൾക്കുന്നത്. ഞാൻ വേഗം ചാടി എഴുന്നേറ്റ് കിടക്കയിലിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇങ്ങനെ കഴിഞ്ഞ രാത്രിയിൽ കേട്ട ആ വചനങ്ങൾ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം റേഡിയോയിലൂടെ സംസാരിക്കുമ്പോൾ ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, കുഞ്ഞെ, നീ ആത്മഹത്യ ചെയ്ത് നിൻ്റെ ജീവിതം ഒടുക്കിക്കളയുകയല്ല വേണ്ടത്. നിൻ്റെ ജീവിതം ദൈവത്തിനു വേണ്ടി സമർപ്പിക്കുക, നിൻ്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും. ഇങ്ങനത്തെ അതിലുള്ള സുവിശേഷം അങ്ങനെ കേൾക്കുവാനും യേശുവിനെ രക്ഷകനും കർത്താവുമായി നീ സ്വീകരിക്കുകയും ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയുകയും അതങ്ങനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും റേഡിയോയിലൂടെ പ്രാർത്ഥിച്ചു. ഞാനും അത് ഏറ്റുപറയുകയും എൻ്റെ ഹൃദയത്തിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ എൻ്റെ ഹൃദയത്തിൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. ഇങ്ങനെയാണ് ഈ യഥാർത്ഥ ദൈവിക സത്യങ്ങളിലേക്ക് വരുവാനൊരു മുഖാന്തരമായി തീർന്നത്. ഇത് എത്രാമത്തെ വയസ്സിലായിരുന്നു? എനിക്ക് 24 വയസ്സുള്ളപ്പോഴാണ് ഈ അനുഭവത്തിലൂടെ കടന്നു പോകാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഒരു സുവിശേഷകനായി തീരണം എന്നുള്ളൊരു താല്പര്യം പിന്നെ എങ്ങനെയാണ് ഉണ്ടായത്? നിരന്തരമായിട്ട് പിന്നീട് അതിന് ശേഷമായിട്ട് ബൈബിൾ വായിക്കുകയും ബൈബിളിലെ സത്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ദൈവസന്നിധിയിൽ തുടർന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ ഡോക്ടർ KP യോഹന്നാൻ നേതൃത്വം നൽകുന്ന GFA എന്ന് പറയുന്ന ആ സംഘടനയെക്കുറിച്ച് അന്വേഷിക്കാനിടയിൽ അവിടെ കടന്നു ചെല്ലുകയും അവിടെ നിന്ന് ഇങ്ങനെ ഒരു ബൈബിൾ സ്കൂളുണ്ട്, ബൈബിൾ സെമിനാരിയിൽ ദൈവവചനം പഠിക്കാനായിട്ട് അവസരമുണ്ട് എന്നൊക്കെ അവർ പറയുകയും കൂടുതലായി ദൈവത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും അറിയണം, പഠിക്കണം എന്നുള്ള താല്പര്യം എന്നെ ആ ഒരു വേയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത്. തുടർന്ന് ഞാൻ 3 വർഷത്തെ കാലം അവിടെ BTH പഠിച്ചു. അവിടെ നിന്നും ഗ്രാജുവേറ്റ് ചെയ്ത് പിന്നീട് അതിന് ശേഷം സുവിശേഷ വേലയിലേക്ക് വരികയാണ് ചെയ്തത്. പാസ്റ്റർ ഏത് സഭയായിട്ട് ബന്ധപ്പെട്ട ആദ്യം സുവിശേഷ വേല ചെയ്തത്? ഞാൻ ആത്മീയാത്രയുടെ ബിലീവേഴ്സ് ചർച്ച് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. ആ പ്രസ്ഥാനങ്ങളിൽ ദീർഘവർഷങ്ങളിൽ ഞങ്ങൾ അവിടെ ശുശ്രൂഷിച്ചിരുന്നു. പിന്നീടാണ് സഭാ ചാർജിലേക്ക് വരുന്നത് അല്ലേ?
അല്ല, അവിടെ ആ സഭയുടെ ശുശ്രൂഷകനായി ഒരു സീനിയർ പാസ്റ്ററായിട്ടാണ് ഞാൻ അവിടുന്ന് പോരുന്നത്. അപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ സുവിശേഷ വേല ചെയ്തിട്ടുണ്ട് പാസ്റ്റർ? ഞാൻ ഏറ്റവും ആദ്യം ഞാൻ സഭാ ശുശ്രൂഷയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് പത്തനംതിട്ട ജില്ലയിൽ നെല്ലിക്കാല എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിനുശേഷം പിന്നീട് മൂന്നാറും, പിന്നീട് മാങ്കുളം, പിന്നെ ഇരുമ്പുപാലം, പിന്നീട് അങ്ങനെ അതിനുശേഷമായിട്ട് പിന്നെ കോതമംഗലം ഭാഗത്ത്, ഇങ്ങനെ ഇത്രയും സ്ഥലങ്ങളിലാണ് ഞാൻ സഭയുടെ ശുശ്രൂഷനായിട്ട് ഇരുന്നിട്ടുള്ളത്. ഓക്കെ. ഇപ്പോൾ 24-ാമത്തെ വയസ്സിൽ പാസ്റ്റർ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചു, 3 വർഷം പഠിച്ചു. പിന്നീട് വിവാഹമൊക്കെ ഏത് വർഷമായിരുന്നു? വിവാഹം 2000-ലായിരുന്നു എൻ്റെ വിവാഹം. അപ്പോൾ എൻ്റെ ഭാര്യയുടെ പേര് മിനി എന്നാണ്. അവർ മൂന്നാറിൽ കല്ലാറെന്ന് പറയുന്ന സ്ഥലത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒരു മോനാണ്. ഓക്കെ. അങ്ങനെ എൻ്റെ ഭാര്യ ഞാനും സുവിശേഷ വേലയിൽ ദൈവം ഞങ്ങൾക്കൊരു മോനെ തന്നു. അവൻ്റെ പേര് സാലു എന്നാണ്. അവനിപ്പോൾ ഫാഷൻ ഡിസൈനറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്റർ ഈ മാങ്കളം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തിച്ചല്ലോ. അപ്പോൾ ഈ ഓരോ ഈ സഭയിൽ നിന്ന് അല്ലെങ്കിൽ ഓരോ പുതിയ പുതിയ മിഷൻ ഫീൽഡുകളിൽ നിന്ന് നേരിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? അവിടുത്തെ സുവിശേഷ പ്രവർത്തനങ്ങൾ, അവിടെ ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികൾ, അവിടെ അനുഭവിച്ച ത്യാഗം, കഷ്ടത, അതോടൊപ്പം തന്നെ ദൈവിക സന്തോഷം, ആ ഫീൽഡിലെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഞങ്ങൾ മാങ്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ, അതുപോലെ തന്നെ അതിക്ക് മുമ്പ് 2-ാം മൈൽ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ താമസിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ഭാര്യ 9 മാസം പൂർണ്ണ ഗർഭിണിയായിരിക്കുകയാണ്. ഒരു ദിവസം രാത്രിയിൽ ഒരു കോർട്ടേജ് മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ചിത്രപുരം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് തങ്കപ്പൻകുഴി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ആ വീട്ടിലേക്ക് യാത്ര ചെയ്ത് പോരുകയാണ്. അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ വീട്ടുകാർ ഞങ്ങളോട് പറഞ്ഞു, പാസ്റ്റർ ആൻറ്റി ഇന്ന് പോകണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ശാരീരിക സ്ഥിതി അനുസരിച്ച് പുള്ളിക്കാരി പറഞ്ഞു നമുക്ക് വീട്ടിലോട്ട് പോകാം എന്ന് പറഞ്ഞു. ഞങ്ങൾ യാത്ര തുടർന്നു. വരുന്ന വഴിക്ക് ഞങ്ങൾ തേയിലത്തോട്ടത്തിലൂടെയാണ് പോരുന്നത്. ഈ തേയിലത്തോട്ടത്തിലൂടെ പോരുമ്പോൾ ഒരു കുറേ ദൂരം വന്നിരുന്നു. മഴയും അതോടൊപ്പം തന്നെ ഭയങ്കര കാറ്റും, ശക്തമായ കാറ്റും ഇടിമിന്നലുമുണ്ട്. വരുമ്പോൾ കുറേ ഇടം വന്നപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഈ 2ൻ്റെ പഴയ കാലത്തെ ഈ ടോർച്ചാണ് ഇരിക്കുന്നത്. ആ ടോർച്ചിൻ്റെ ലൈറ്റിൻ്റെ ബൾബ് പോയി. അപ്പം അവിടെ നിന്ന് ഇറങ്ങി വരിക എന്ന് പറയുന്നത് അസാധ്യമാരിയാണ്. കാരണം ഒരു തേയിലക്കുറ്റിയിൽ പിടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഒരു കാല് താഴത്തേക്ക് വെക്കാൻ. ഒരു വലിയ കുന്നിറങ്ങി വേണം ഞങ്ങൾ താമസിക്കുന്ന തങ്കപ്പൻകുഴി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരാനായിട്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ഇറങ്ങി വരുന്ന ഓരോ ഇടിമിന്നലിൻ്റെ സമയത്താണ് ഓരോ സ്റ്റെപ്പ് വെച്ച് ഇറങ്ങുന്നത്. അങ്ങനെ മണിക്കൂറുകൾ കൊണ്ട് താഴെ ഇറങ്ങി ഞങ്ങൾ വീടിൻ്റെ അവിടെ എത്തി. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കണ്ണും മുഖവും ശരീരം മുഴുവനും തോട്ടപ്പുഴു എന്ന് പറയുന്ന അല്ലെങ്കിൽ അട്ട കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ശരീരം മുഴുവനും നിറച്ച് അട്ടയാണ്. ഈ തോട്ടപ്പുഴു എന്ന് പറയുന്നത് ഒരു സൈസ് ഒരു പുഴുവാണ്. അത് ഏതാണ്ട് റബ്ബർ പോലെ ഇരിക്കും, ഇങ്ങനെ വലിച്ചാൽ നീളും. അതെ അതെ. അത് മനുഷ്യൻ്റെ ശരീരത്ത് കയറി ഈ രക്തം കുടിക്കും. രക്തം കുടിച്ചത് വീർത്ത് കഴിയുമ്പോഴാണ് ഈ മനുഷ്യ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നത്. അതിന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് തോട്ടപ്പുഴു എന്നാണ് പൊതു പറയുന്നത്. ചിലവരതിനെ അട്ട എന്ന് പറയും. പല രീതിയിലാണ് പറയുന്നത്. അത് ഈ വനത്തിൽ കൂടെ എല്ലാം ഉണ്ട്. അത് ആ പാസ്റ്റർ പറഞ്ഞ ശരീരം മുഴുവൻ രക്തമയമായി അല്ലേ? അപ്പോൾ വീട്ടിൽ വന്ന് ഞങ്ങൾ ഒരു ടിന്ന് ഉപ്പെടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും ശരീരത്തിൽ പുരട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ നിലം മുഴുവൻ ബ്ലഡായിരുന്നു. ചോര നിറഞ്ഞ് കിടക്കുകയാണ്, അത് നിറച്ചിങ്ങനെ ചാടിക്കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ജീവിതത്തിലെ ഒരു വലിയ അനുഭവമാണ്. കാരണം അങ്ങനെയുള്ള അനുഭവങ്ങളോട്, അതുപോലെ ധാരാളം സമയങ്ങളിൽ വാഹനമില്ലാത്തൊരു കാലഘട്ടമായിരുന്നു ആ സമയത്തൊക്കെ. അതായത് മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്ററോളം നടന്നു വേണം ചിത്രപുരത്ത് എത്താനായിട്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് മൂന്നാറിൽ നിന്ന് കോട്ടേജ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് നടന്നു പോരുമായിരുന്നു. നടന്നു പോരുന്ന സമയത്ത് ആനയുണ്ട്, അതുപോലെ കടുവയുണ്ട്, വഴിയിൽ മറ്റ് വാഹനങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ അതിശക്തമായ തണുപ്പുള്ള സമയമാണ്. ആ സമയത്ത് അത്രയും ദൂരം നടന്ന് വന്ന പല അനുഭവങ്ങളുമുണ്ട്. ഞാൻ അവിടെ നിന്ന് കല്ലാർ വരെ നടന്നു പോയ പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. ആ ഭാഗങ്ങളിലൊക്കെ കയറിയിറങ്ങാനും അതുപോലെ സുവിശേഷ പ്രതികൾ കൊടുക്കാനും സുവിശേഷം പറയാനും അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാനുമൊക്കെ അവിടെ മുഖാന്തരമായി തീർന്നിട്ടുണ്ട്. ആ മൂന്നാറ് മേഖലകൾ എല്ലാം തന്നെ ഉള്ള എസ്റ്റേറ്റ് മേഖലകളാണ് അവിടെ ഉള്ളത്. അങ്ങനെ പല എസ്റ്റേറ്റുകളിലും പോകുവാനും കർത്താവിനെക്കുറിച്ച് പറയുവാനും
അനേകരെ രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്ത് വരുവാനും ഇടയായിട്ടുണ്ടാകും. ഈ പാസ്റ്ററുടെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാസ്റ്റർ ഇടയ്ക്ക് 40 ദിവസം ഉപവാസം എടുക്കും. അങ്ങനെ 1, 2, 3 പ്രാവശ്യം ഞാൻ പല പ്രാവശ്യം 40 ദിവസം ഉപവസിക്കാറുണ്ട്. ദൈവം തരുന്ന കൃപയ്ക്കൊത്തവണ്ണം. ഇങ്ങനെ ഈ 40 ദിവസമൊക്കെ ഉപവാസം എടുക്കാനായിട്ടുണ്ടാകുന്ന ഒരു പ്രചോദനം എന്താണ്? പ്രചോദനം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തോട് കൂടെ വസിക്കുക, അതാണല്ലോ ഉപവാസം എന്ന് പറയുന്നത്. ദൈവത്തോട് കൂടെ വസിക്കുക. അപ്പോൾ ദൈവത്തിൽ നിന്ന് ദൈവം പറയുന്ന ഒരു ഗൈഡൻസിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. നമ്മളൊരു പ്രത്യേക ഒരു മിഷൻ ഫീൽഡിന് വേണ്ടി ഒരു പുതിയ സ്ഥലത്ത് ചെന്ന് നമ്മളൊരു പ്രവർത്തനം ആരംഭിക്കുമ്പോഴൊക്കെയാണ് നമ്മളങ്ങനെ ചെയ്യാറ്. ആ ദേശത്തെക്കുറിച്ചുള്ളൊരു ദർശനം, അതുപോലെ ദൈവം എന്താണോ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ രീതിയിൽ മാത്രം ഗൈഡ് ചെയ്ത് മുന്നോട്ട് പോകണം. അത് ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാടുണ്ടായാൽ മാത്രമേ സാധ്യമാവുള്ളൂ. അതിനുവേണ്ടി മാനുഷികമായിട്ടുള്ള ഭക്ഷണപാനീയങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ടും വെള്ളം മാത്രം കുടിച്ചുകൊണ്ടൊക്കെയാണ് ഞാൻ ഉപവസിച്ചിട്ടുള്ളത്. അതെ. പാസ്റ്റർ ഈ ഫീൽഡിലെ അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ പാസ്റ്റർക്ക് ദൈവം തന്നിട്ടുള്ള ഒരു ടാലൻ്റ് എന്താണ്? അതായത് പലർക്കും പല രീതിയിലുള്ള കൃപാവരങ്ങളാണ് ദൈവം കൊടുത്തിട്ടുള്ളത്. പാസ്റ്റർക്ക് ഏത് കൃപാവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളതെന്നാണ് പാസ്റ്റർക്ക് ബോധ്യമായിട്ടുള്ളത്? എനിക്ക് ബോധ്യമായിട്ടുള്ളത് വചനവെളിപ്പാടിലുള്ള ശുശ്രൂഷയാണ് ഞാൻ ചെയ്യാറ്. ഞാൻ വചനവെളിപ്പാടിൽ പ്രവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വീടുകളിൽ പോയി ആ വീട്ടുകാരോട് ചേർന്നിരുന്ന് അവർ തരുന്ന കട്ടൻ ചായയെ കുടിച്ച് അവരോട് സുവിശേഷം പറയുന്ന ഒരു ഭവനത്തിലൂടെയുള്ള സുവിശേഷീകരണം, അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും എനിക്ക് പേഴ്സണൽ ഇവാഞ്ചലിസം അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം പകർന്നിട്ടുള്ള ഒരു കാര്യം. വ്യക്തിപരമായ ആളുകളെ കണ്ടെത്തി അവരോട് സുവിശേഷം പങ്കുവെക്കുക എന്നുള്ളതാണ് വലിയൊരു ടാലൻ്റായിട്ട് വന്നത്. അപ്പോൾ പാസ്റ്ററുടെ ഈ മിഷൻ ഫീൽഡിലെ പ്രവർത്തനങ്ങളിൽ വിശ്വാസികളുടെ ഇടയിൽ പാസ്റ്റർ മുഖേന വിശ്വാസികളുടെ ഇടയിൽ ദൈവം ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ? മറക്കാനാവാത്ത പല സംഭവങ്ങളും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ടല്ലോ, ഒരുപാട് സംഭവങ്ങളുണ്ട് മറക്കാനാവാത്ത. അതുപോലെ മിഷൻ ഫീൽഡുകളിൽ പാസ്റ്ററെ ദൈവം ഉപയോഗിച്ചിട്ടുള്ള മേഖലകളെക്കുറിച്ചൊന്ന് പറയാമോ? അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പ്രവർത്തനത്തിന് പോകുന്നത് നെല്ലിക്കാല കാരംവേലി എന്ന് പറയുന്നൊരു സ്ഥലത്ത് പ്രവർത്തനത്തിന് പോകുമ്പോൾ ഞാൻ എന്നോട് കൂടെയുള്ള ജോൺ വെസ്ലി എന്ന് പറയുന്ന ഒരു സഹോദരനും കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറേ നടന്നതിന് ശേഷം ട്രാക്ടർ കൊടുത്ത് പോകുമ്പോൾ ഞങ്ങൾക്കെതിരെ ഒരു മാതാവ് ഇങ്ങനെ വന്നു. അപ്പോൾ ഒരു മുഖവരിയും കൂടാതെ അവർക്കൊരു ട്രാക്ട് കൊടുത്തിട്ട് അവരോട് പറഞ്ഞു, ആൻറ്റി ഭാരപ്പെടണ്ട, ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു വിഷയവുമില്ല. ദൈവം നിങ്ങളുടെ ജീവിതത്തിലെ തകർച്ചകളെ മാറ്റുന്നവനാണ്, ദൈവം സൗഖ്യമാക്കുന്നവനാണ് എന്ന് ഇത്രയും പറഞ്ഞു. ഇത് പറഞ്ഞ് കേട്ട ഉടനെ ആ സഹോദരി ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അവർ ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങളുടെ വീട്ടിൽ വരെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകേണ്ട സമയം കഴിഞ്ഞു. എന്നിരുന്നാലും ഇത്രയും പ്രയാസപ്പെട്ട ഒരാൾ വിളിക്കുമ്പോൾ വീട്ടിൽ വരെ വരാമോ എന്ന് ചോദിച്ചു. അവരുടെ എന്താണ് വിഷയം എന്ന് അവർ ഞങ്ങളോട് പറയുന്നില്ല. ഞങ്ങൾ ഒന്നും ചോദിക്കാതെ ആ മാതാവിനോട് കൂടെ അവരുടെ വീട്ടിലോട്ട് നടക്കുകയാണ്. പോകുന്ന വഴിക്ക് അവർ പറഞ്ഞു, എൻ്റെ മോനിങ്ങനെ മരണാവസ്ഥയിൽ കിടക്കുകയാണ്. പുഷ്പഗിരി ഹോസ്പിറ്റലിലും അതുപോലുള്ള തിരുവല്ലയിലുള്ള മറ്റു ഹോസ്പിറ്റലുകളിൽ, അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോകാത്ത ഹോസ്പിറ്റലുകളില്ല, എല്ലാ ആശുപത്രികളിലും കൊണ്ടുപോയി ചികിത്സ ചെയ്തിട്ടും എൻ്റെ മോനെ ജീവങ്കിലേക്ക് മടങ്ങി വരുന്ന സാഹചര്യമില്ല. അബോധാവസ്ഥയിൽ കിടക്കാൻ തൊട്ട് മാസങ്ങളായി. എൻ്റെ മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ അവരുടെ വീട്ടിൽ ചെന്ന ഉടനെ തന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് അയൽവീടുകളിലുള്ള ആളുകളെല്ലാം ഓടിക്കൂടി. അപ്പോൾ ഏതോ അകന്ന ബന്ധത്തിൽപ്പെട്ട ആളുകൾ, അടുത്ത ബന്ധത്തിൽപ്പെട്ട ആളുകൾ മരണപ്പെട്ടു പോയി. അവർക്ക് ഞങ്ങളോട് ചോദിക്കാൻ പറ്റുന്നില്ല. കാരണം 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ്, ബിജു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇങ്ങനെ രോഗാവസ്ഥയിൽ കിടക്കുക. അപ്പം ആളുകൾക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ടാണ്, മോൻ മരിച്ചു പോയോ എന്ന് അമ്മയോട് ചോദിക്കാൻ ബുദ്ധിമുട്ട്. അപ്പം ഈ അമ്മ കരഞ്ഞുകൊണ്ട് പോകുന്നു, പുറകെ ഞങ്ങൾ പോകുന്നു. ഉടനെ എല്ലാവരും കൂടെ ഓടി ഈ വീട്ടിലോട്ട് വന്നു. അവിടെ വന്നപ്പോഴാണ് അവരറിയുന്നത് ഇത് പ്രാർത്ഥനക്കാരാണ് എന്നറിയുന്നത്. ഒടുവിൽ അവിടെ നിന്ന ആളുകൾ പറഞ്ഞു, ഇനി ഇത്രയും ഡോക്ടർമാർ ഉപേക്ഷിച്ചിട്ടേക്കുന്നത് ഇനി ഇവരാണോ ചികിത്സിച്ച് ഭേദമാക്കാൻ പോകുന്നത് എന്ന് പരിഹാസത്തോടൊക്കെ ചോദിക്കുമ്പോൾ ഞാനൊരു വാക്ക് ഇങ്ങനെ അവരോട് പറഞ്ഞു, നമുക്കിപ്പോൾ വൈദ്യന്മാരെല്ലാവരും ഉപേക്ഷിച്ചല്ലോ, ഇനിയും ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയൊരു വൈദ്യനായ ഒരാളുണ്ട്, അത് സർവശക്തനായ ഈശ്വരനാണ്. ആ ഈശ്വരന് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയും. നിങ്ങളൊക്കെ വിശ്വസിക്കുന്നെങ്കിൽ ഈ സഹോദരന് വേണ്ടി നിങ്ങൾ പണവും മുടക്കണ്ട, ഒന്നും ചെയ്യണ്ട, ഞങ്ങളോട് ചേർന്ന് ഇദ്ദേഹത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരാൾ അതിൻ്റെ ഇടയ്ക്ക് ചോദിച്ചു, പ്രാർത്ഥിക്കാം, പക്ഷേ ഇദ്ദേഹം സൗഖ്യമാകുവാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുക, അല്ല എങ്കിൽ ഇതൊക്കെ വെറും ഒരു പ്രഹസനമായിട്ട് കാണും എന്ന് അദ്ദേഹത്തോട് ഞങ്ങളോട് പറഞ്ഞു. എന്താ ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ
ഇദ്ദേഹത്തിന് ഈ അസുഖം കൂടുതലായി. അദ്ദേഹം വളരെയേറെ വെപ്രാളപ്പെടുന്നു, പ്രയാസപ്പെടുന്നു. ഉടനെ പിന്നീട് ഞങ്ങൾ ഒന്നുകൂടെ പ്രാർത്ഥിച്ചു, അല്പശാന്തത വന്നു, ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് മടങ്ങിപ്പോന്നു. അതിനുശേഷം പിന്നീട് ഞങ്ങൾ ആ വീടിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് വീണ്ടും കടന്നു ചെന്നപ്പോൾ അദ്ദേഹത്തെ വളരെ അത്യാസന്നതയിലേക്ക് കണ്ടു. പുഷ്പഗിരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ ഒരു 40 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ തീരുന്ന അവസാന ദിവസങ്ങളിൽ 3-ാമത്തെ ദിവസം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ഒരു ബ്രദർ ഓടി വന്നിട്ട് പറഞ്ഞു, ആ ബിജു എന്ന് പറഞ്ഞ സഹോദരൻ ICU വാർഡിൽ ചാടി എഴുന്നേറ്റു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരാൾ വന്ന് അദ്ദേഹത്തിൻ്റെ കരത്തിൽ പിടിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റു. അപ്പം മരണത്തിന് വിധിക്കപ്പെട്ട ആ സഹോദരനെ കർത്താവ് തൊട്ടു സൗഖ്യമാക്കി. അതാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യമായിട്ട് ഒരു സുവിശേഷ വേളയിൽ ദൈവം ചെയ്ത ഒരു അത്ഭുതം നേരിൽ കാണാനായിട്ട് സാധിച്ചത്. അതുപോലെ നിരവധി ഇതുപോലെ ധാരാളം അനുഭവങ്ങൾ, നിരവധി രോഗികളെ ദൈവം സൗഖ്യമാക്കുകയും വിടുവിക്കുകയും ചെയ്ത ഒട്ടനവധി അനുഭവങ്ങളുണ്ട്. ഓക്കെ പാസ്റ്റർ, ഈ സുവിശേഷ വേലയിൽ ഇറങ്ങിയിട്ട് എന്തെങ്കിലും പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ? ഉപദ്രവങ്ങൾ അങ്ങനെ അടിയോ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നിസ്സാരം നമ്മളെ പിടിച്ച് തള്ളുകയും അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന ഒഴികെ മറ്റൊന്നും ഒരു അടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഏൽക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. നമ്മുടെ പട്ടിണി കിടക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നിട്ടുണ്ടോ? പട്ടിണികൾ അങ്ങനെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. കാരണം ദൈവം അതിൻ്റെ സമയത്ത് നമുക്ക് തന്നിട്ടുണ്ട്. മറ്റെന്തൊക്കെ പ്രതിസന്ധികളാണ് അനുഭവിച്ചിട്ടുള്ളത്? മറ്റ് പ്രതിസന്ധികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഞാൻ അനുഭവിച്ച പ്രതിസന്ധി നമ്മുടെ സമൂഹത്തിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ളതിനേക്കാൾ ഉപരി സഭാപരമായിട്ടുള്ള അല്ലെങ്കിൽ കൂടെയുള്ള ആളുകളുടെ ജീവിതത്തിൽ നിന്നുണ്ടായിട്ടുള്ള ചില വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പ്രധാനമായിട്ട് ഈ ബിലീവേഴ്സ് ചർച്ചിൽ നിന്ന് പാസ്റ്റർ മാറാനായിട്ടുള്ളൊരു കാരണം എന്താണ്? ഇപ്പം നമ്മളൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചാണ്, പക്ഷേ നമ്മുടെ പല ആളുകളും ഉപദേശപരമായ പല കാര്യങ്ങൾ കൊണ്ടാണ് മാറിപ്പോയത്. അപ്പോൾ ഉപദേശപരമായിട്ടുള്ള ഇതുകൊണ്ടാണ് മാറിപ്പോയതെങ്കിൽ അന്നേരം അനുഭവിച്ച ഒരു മാനസിക ബുദ്ധിമുട്ട് എന്താണ്? ഇപ്പം ആ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഒരിക്കലും ഞാനൊരു തെറ്റും പറയുന്നില്ല. കാരണം അവരുടെ ഒരു വിഷൻ അങ്ങനെ ആയിരുന്നു. ആദ്യകാലങ്ങളിൽ ഏറ്റവും അധികം സുവിശേഷത്തിന് വേണ്ടി വില കൊടുത്തു നിന്ന ഒരു പ്രസ്ഥാനമാണ്, ദൈവിക സത്യങ്ങൾക്ക് വേണ്ടി നിന്നൊരു പ്രസ്ഥാനമാണ്. അപ്പോൾ ആ സമയങ്ങളിൽ ഞങ്ങൾ ആ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നു. പിന്നെ അതിൽ നിന്ന് സ്വയമായിട്ട് സംഘടനയെ സംരക്ഷിക്കാൻ വേണ്ടി അവർ എപ്പിസ്കോപ്പൽ രീതിയിലേക്ക് വന്നതിലൂടെയാണ് നമുക്കതിനോട് യോജിക്കാൻ പറ്റാത്ത സാഹചര്യം. എപ്പിസ്കോപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആചാരപരമായിട്ടും ഈ കുരിശുവര അല്ലെങ്കിൽ അത് ഒരു രീതിയിലേക്ക് മാറിയപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ വിട്ടുവന്നവരാണ്. അപ്പോൾ ആ ഒരു അനുഭവത്തിലേക്ക് വീണ്ടും മടങ്ങി ദൈവത്തിന് പ്രസാദകരമാകുമോ എന്നുള്ളതിൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ ദൈവം പറയുന്ന ഗൈഡൻസ് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. അതായത് ഈ ബിലീവേഴ്സ് ചർച്ചിൽ ഇങ്ങനെ നിയമങ്ങൾ വരുന്നതിന് മുമ്പ് ഈ ഞങ്ങളുടെ സെൻറ്ററിൽ, അതായത് ഞങ്ങളുടെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ അടിമാലി സെൻറ്ററിൽ തന്നെ വേണ്ട 14-15ഓളം വർക്കുകളുണ്ടായിരുന്നു. ഒരു സെൻട്രൽ പാസ്റ്ററുണ്ട്, പാസ്റ്റേഴ്സുണ്ട്. വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. അതായത് പ്രധാനമായിട്ട് വാളറ, 14-ാം മൈൽ, മച്ചിപ്പ്ളാവ്, അതോടൊപ്പം തന്നെ കുരിശുപാറ, മാങ്കുളം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കല്ലാറ്, മാമലക്കണ്ടം, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ വർക്കുകളുണ്ടായിരുന്നു. രാജാക്കാട്. അപ്പോൾ ഈ പ്രദേശങ്ങളിലെല്ലാം ശക്തമായ വർക്കുകളാണ് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ പെന്തക്കോസ്തൽ ആ ചിന്താഗതിയിൽ നിന്ന് ബിലീവേഴ്സ് ചർച്ച് പെട്ടെന്ന് തന്നെ ഒരു യാക്കോബായ വിശ്വാസ ചിന്താഗതിയിലേക്ക് മാറിപ്പോയതോടുകൂടി അതിലുണ്ടായിരുന്ന പാസ്റ്റേഴ്സ് എല്ലാം തന്നെ മാറിപ്പോയി. എന്നാൽ ചെറിയൊരു ശതമാനം ആളുകൾ ഇപ്പോഴും പാസ്റ്റേഴ്സ് അതിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് പാസ്റ്ററൊക്കെ മാറാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. ഇപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പാസ്റ്റർ ചെയ്യുന്നത്? ഞങ്ങളിവിടെ ഈ പ്രസ്ഥാനങ്ങളൊക്കെ വിട്ട് വന്നതിന് ശേഷം കോതമംഗലത്ത് ഒരു ചെറിയ രീതിയിലുള്ള ട്യൂഷൻ ആരംഭിക്കുകയാണ് ചെയ്തത്. ആദ്യം കുറച്ച് കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കാനായിട്ട്. അങ്ങനെ ആ ട്യൂഷൻ കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഈ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളെ കണ്ടെത്തി, ക്യാൻസർ അതുപോലുള്ള രോഗികളെ കണ്ടെത്തി അവർക്ക് അത്യാവശ്യമായിട്ടുള്ള മരുന്നും ഭക്ഷണവും എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. പിന്നീടത് സർക്കാർ പാലിറ്റീവ് ആരംഭിച്ചതോടുകൂടെയാണ് നമ്മളത് സർക്കാർ തുടങ്ങിയതോടുകൂടെ ആ ഭാഗത്തുനിന്ന് പിന്മാറുകയാണ് ചെയ്തത്.
അപ്പോൾ തന്നെ നമ്മൾ ഈ കുട്ടികളുടെ ഇടയിലുള്ള ഒരു പ്രവർത്തനം, അതായത് പാവപ്പെട്ടവരായിട്ടുള്ള കുട്ടികൾക്ക് പഠന സഹായം നൽകുന്ന ഒരു സംവിധാനം, അങ്ങനെയാണ് ഇവിടെ ആദ്യം നമ്മൾ കോതമംഗലം മലയിൻ കീഴിൽ ഈ പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ ഏകദേശം 70ഓളം കുട്ടികൾക്ക് നമ്മൾ ട്യൂഷനും അതോടൊപ്പം തന്നെ കോതമംഗലത്തിനടുത്തുള്ള റിമോട്ട് ഏരിയ ആയിട്ടുള്ള കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലും കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലുമായിട്ടുള്ള 100 കണക്കിന് കുട്ടികൾക്ക് പഠന സഹായം എത്തിക്കുന്ന ഒരു സംവിധാനം, അതായത് ഓർഫൻ കുട്ടികളും സെമി ഓർഫൻ കുട്ടികളുമായിട്ടുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് ഒരു വർഷത്തേക്ക് ആവശ്യമായിട്ടുള്ള പഠന ഉപകരണങ്ങൾ കൊടുക്കുകയും ഇടയ്ക്ക് അവരെ വിളിച്ചു കൂട്ടി അവർക്ക് അത്യാവശ്യമായിട്ടുള്ള നിത്യോപയോഗ സാധനങ്ങളൊക്കെ അവരുടെ കൈകളിൽ എത്തിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമായിരുന്നു. ഇത് ഒരു പ്രത്യേകമായിട്ടുള്ള സഹായത്തിന് വേണ്ടിയിട്ട് ആരും ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിട്ടില്ല. ഓരോ സമയത്തും നമ്മൾ പ്രാർത്ഥിക്കും, അതതിൻ്റെ സമയത്ത് ദൈവം ഏതെങ്കിലും വ്യക്തികളെയോ സംഘടനകളെയോ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തും. അങ്ങനെ ഈ നാളിതുവരെ ഈ പ്രവർത്തനങ്ങൾ കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിച്ചു വരുന്നു. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഈ പ്രവർത്തനങ്ങൾ സോഷ്യൽ വർക്കുകൾ ഇങ്ങനെ ആരംഭിച്ചു. പിന്നെ അതിനുശേഷമായിട്ട് നമ്മൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മളൊരു തയ്യൽ സ്റ്റഡി സെൻറ്റർ, ഒരു ഫാഷൻ ഡിസൈനിങ് സെൻറ്റർ ആരംഭിച്ചു. അങ്ങനെ 100 കണക്കിന് വനിതകൾക്ക്, അതായത് ഭർത്താക്കന്മാർ മരിച്ചുപോയ വിധവകളായിട്ടുള്ള സ്ത്രീകൾ, പാവപ്പെട്ടവരായിട്ടുള്ള സ്ത്രീകൾ, അവർക്ക് വീട്ടിലിരുന്നു കൊണ്ടൊരു വരുമാന മാർഗത്തിന് വേണ്ടിയിട്ട് അവരെ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠിപ്പിച്ച് തത്തുല്യ യോഗ്യതയായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് മരീൻ അക്കാഡമി എന്ന് പറയുന്ന സ്ഥാപനം വഴി നൽകിക്കൊടുത്ത് അങ്ങനെ സഹായിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവുകയാണ്. പിന്നെ ഇപ്പം നമ്മൾ ചെയ്തു വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ഈ രീതിയിൽ നമ്മൾ പ്രവർത്തിച്ച് പോകുമ്പോൾ ഒരു 2018 പ്രളയം ഉണ്ടായി. ആ പ്രളയ സമയത്ത് നമ്മളെ വളരെയധികം ആളുകൾ, ഞങ്ങളുടെ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഭാഗത്ത് പെരിയാറിൻ്റെ ഭാഗമെല്ലാം ഭയാനകമായ രീതിയിൽ വെള്ളം ഉയരുകയും വീടുകൾ തകർന്നു പോവുകയും ചെയ്തു. അപ്പോൾ ഈ പെരിയാർ വാലിയുടെ ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ ഈ വൃഷ്ടിപ്രദേശത്ത് താമസിക്കുന്ന 100 കണക്കിന് ആളുകൾക്ക് അവരുടെ വീടും സൗകര്യങ്ങളൊക്കെ നഷ്ടപ്പെടുകയുണ്ടായി. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ട ആ സാഹചര്യത്തിൽ അന്ന് രാത്രിയിൽ ക്യാമ്പിലേക്ക് ആളുകളൊക്കെ എത്തിക്കാനായിട്ട് ഞങ്ങൾ വളരെയേറെ ആളുകൾ ചേർന്ന്, ഇവിടുത്തെ പൊതുപ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് വളരെയേറെ കഠിന പ്രയത്നം ചെയ്ത് രാത്രിയിൽ കൊണ്ടുപോയി. അങ്ങനെ ആളുകളെ കൊണ്ടുപോയി ആ ക്യാമ്പിലാക്കി അന്ന് രാത്രി വളരെ പ്രയാസത്തോടു കൂടെ എല്ലാവരും അവിടെ കഴിഞ്ഞുകൂടുകയുണ്ടായി. അങ്ങനെ പിന്നീട് നമുക്കിവിടെ ഒരു ചെറിയൊരു സ്ഥാപനമുണ്ട്. നമ്മുടെ ആ സ്ഥാപനം തുടങ്ങിയ സമയത്താണ് ആ സ്ഥാപനത്തിൽ നിന്നുള്ള ഒരു 1/3 ഭാഗം ഡ്രസ്സ്, തുണിക്കടയാണ്. ആ തുണി നമ്മൾ അവിടെ ആദ്യമായിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്കൊരു സന്തോഷമുണ്ടായി, ആ ക്യാമ്പിലുണ്ടാകുന്ന ആളുകൾ. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെ ആ ക്യാമ്പിൽ ഞാൻ ചെല്ലുമ്പോൾ അവരെല്ലാവരും ഓടി വന്നിട്ട് എന്നോട് കണ്ണുനീരോടെ ചോദിച്ചു, ഞങ്ങളിനി എങ്ങോട്ട് പോകും? ഈ ചോദ്യം എൻ്റെ ജീവിതത്തിലും വളരെയധികം വേദന ഉണ്ടാക്കി. അപ്പം ഞാൻ അവരോട് പെട്ടെന്ന് പറഞ്ഞു, നിങ്ങൾ എവിടെയാണോ താമസിച്ചിരുന്നത് അവിടേക്ക് തന്നെ പോകും. അപ്പം ഞങ്ങളുടെ വീടെല്ലാം ഇടിഞ്ഞു ചാടിപ്പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇടിഞ്ഞു ചാടിപ്പോയല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ മൺകട്ട കൊണ്ട് പണിത വീടുകളാണ്, പാവപ്പെട്ടവരുടെ വീടുകളെല്ലാം തന്നെ എല്ലാം തകർന്നു പോയി. ഇതിനകത്ത് എല്ലാത്തിലും രസകരമായ ഒരു സംഭവം ഇവിടെ ഉണ്ട്. ഞങ്ങളിങ്ങനെ ഈ വീടുകളിൽ നിന്ന് ആളുകളെ ഈ അന്ന് രാത്രി ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുക, ഭയങ്കരമായ മഴയാണ്. ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഒരു ചേട്ടൻ, ആ ചേട്ടനോട് ഞങ്ങൾ പറഞ്ഞു, ചേട്ടാ വെള്ളം ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഇവിടെ അടുത്തുള്ള വെളിയൽച്ചാൽ ഒരു ക്യാമ്പുണ്ട്, ആ ക്യാമ്പിലേക്ക് പോകണം, വീട്ടിൽ വെള്ളം കയറി കഴിഞ്ഞാൽ വീട് ഇടിഞ്ഞ് വീഴും, തകർന്നു പോകും എന്ന് അദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ വീട് ഇടിഞ്ഞ് വീണാലും കുഴപ്പമില്ല, ഞാനിവിടെ കിടന്ന് മരിച്ചാലും കുഴപ്പമില്ല, ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഇനി എന്ത് ചെയ്യുമെന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ, അപ്പോൾ അന്ന് പഞ്ചായത്തിലുള്ള പൊതുപ്രവർത്തകരുണ്ട്, അവരെല്ലാം മാറി മാറി ചെന്ന് പറഞ്ഞിട്ടും അദ്ദേഹം അംഗീകരിക്കുന്നില്ല. ഒടുവിൽ എൻ്റെ മനസ്സിൽ അന്ന് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അന്ന് വൈകുന്നേരം ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഈ വീട് നഷ്ടപ്പെട്ടു പോകുന്നവർക്കും അതുപോലുള്ള വെള്ളം കയറി നാശനഷ്ടം സംഭവിക്കുന്നവർക്കും ഒരു 10,000 രൂപ നഷ്ടപരിഹാര തുക കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാനിത് ഓർത്തിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടാ 10,000 രൂപ നഷ്ടപരിഹാരം തുക ഗവൺമെൻറ് അനുവദിച്ച് കിട്ടും, അത് കിട്ടണമെങ്കിൽ ചേട്ടന് ക്യാമ്പിൽ വന്ന് പേര് രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കുറച്ച് നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, എന്നാൽ എൻ്റെ തോർത്തും എൻ്റെ തുണിയും തന്നിട്ടേ ഞാനും പോരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അദ്ദേഹവുമായിട്ട് ആ വീടിൻ്റെ
മുറ്റത്ത് നിന്ന് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ പടിവാതിക്കലെത്തുമ്പോൾ ഈ കടമ്പ പോലുള്ള ഒരു പടിവാതിലാണ് ആ വീട് പൂർണ്ണമായിട്ടും ഇടിഞ്ഞു വീണു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കടന്നുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ 10,000 രൂപ കിട്ടുമല്ലോ എന്ന് ഓർത്ത് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നത് കൊണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവനും കൂടെ രക്ഷപ്പെട്ടു. അന്നേരം തോന്നിയ ഒരു ചിന്തയാണ്. പിന്നീട് അദ്ദേഹത്തിന് 10,000 രൂപ കിട്ടുകയും ചെയ്തു. എന്തായാലും ഇതേ രീതിയിൽ പോകുന്ന ആളുകൾ പിറ്റേ ദിവസം എന്നോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ആ ഒരു ചിന്ത എൻ്റെ ഹൃദയത്തെ വളരെയേറെ ഭാരപ്പെടുത്തി. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഭാരപ്പെടുന്നത്? ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതും. നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഈ വെള്ളം ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു വീടുണ്ടാകുമെന്ന് പറഞ്ഞു. വളരെ ഭാരത്തോടെ ഇത് പറഞ്ഞിട്ട് പോലും ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം പലർക്കും ഇങ്ങനെ മെയിലുകൾ അയച്ചു, പലരെയും ഫോണിൽ വിളിച്ചു. അപ്പോൾ പലരും പല ഓഫറുകൾ തന്നു. ചിലർ കുറേ അരി ക്യാമ്പിൽ എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു, കുറച്ച് പേര് തുണികൾ എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു, പല കാര്യങ്ങളും പറഞ്ഞു. പക്ഷേ ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ ഒരു പരിഹാരവും ഇല്ലാതെ ഞാൻ വളരെയേറെ ഭാരപ്പെട്ടു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് തന്നെ എൻ്റെ ഉള്ളിൽ തോന്നി, എന്തായാലും ഇവർക്കൊരു താൽക്കാലിക ടെൻറ്റ് നിർമ്മിച്ചു കൊടുക്കാം. അപ്പോൾ അന്ന് ഈ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ DFO ആയിരിക്കുന്ന, ഇവിടെ കോതമംഗലം ഡിവിഷൻ്റെ DFO ആയിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ സാറ് വളരെ സോഷ്യൽ സമർപ്പണമുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, പക്ഷേ നമ്മുടെ ഈ മേഖലയിൽ ഇങ്ങനെ ദുരന്തം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കാം വനമേഖലയോട് താമസിക്കുന്ന ആളുകൾക്കെന്ന് പറഞ്ഞു. അപ്പോൾ അതോടുകൂടി ഞാൻ പറഞ്ഞു, സാറേ അവർക്ക് അടിയന്തരമായിട്ട് അവരെ ടെൻറ്റ് നിർമ്മിച്ചു കൊടുക്കണം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അത്യാവശ്യമുള്ള ഉപകരണങ്ങൾ, ചെറിയ കഴകളും സാധനങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മുടെ വനത്തിൽ നിന്ന് ശേഖരിക്കാനായിട്ട് കഴിയും എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അതിനുള്ള പെർമിഷൻ തന്നു. ഞാൻ എന്തായാലും ഇവിടെ വന്ന് ഇവിടുത്തെ പൊതുപ്രവർത്തകരും നാട്ടുകാരോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. അവരെല്ലാവരും ചേർന്ന് ചെയ്തു. ഞാൻ ഒരു കടയിൽ ചെന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് ഫ്ലെക്സ് വേണമെന്ന് പറഞ്ഞു. ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മഴ ഏക്കാതെ ഈ പടത പോലുള്ള സംവിധാനമാണല്ലോ, അതുകൊണ്ട് അത് കുറച്ച് വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ചു. എന്തായാലും അങ്ങനെ ഈ പൂർണ്ണമായിട്ടും വീടുകൾ തകർന്നു. ഏകദേശം 18ഓളം വീടുകൾക്ക് ഈ ടെൻറ്റ് ആദ്യമായിട്ട് നിർമ്മിക്കാനായിട്ട് ദൈവം സഹായിച്ചു. പിന്നീടും വളരെ പ്രാർത്ഥിച്ചു, ദൈവം ഇതിന് എന്ത് ചെയ്യും, അവർക്ക് വീട് ഇല്ല. അപ്പോൾ അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞ വാക്ക്, ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ മനോഹരമായ നല്ല വീട്ടിൽ പാർക്കുമെന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. കാര്യം ഞാൻ അന്ന് പറഞ്ഞത് പിന്നീട് ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമേ ഞാൻ എന്തോ പറഞ്ഞത്. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നീട് എൻ്റെ ഒരു സുഹൃത്ത് അജയ് എന്ന് പറയുന്ന സാറ്, അദ്ദേഹം ഈ മെസ്സേജ് ഇങ്ങനെ കാണുകയും അദ്ദേഹം എന്നെ വിളിക്കുകയും ചെയ്തു. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, പാസ്റ്റർ അവിടുത്തെ എന്താണ് അടിയന്തരമായ ആവശ്യങ്ങളെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ അവിടുത്തെ പ്രധാനമായ ആവശ്യങ്ങളെന്ന് പറയുന്നത് ഈ പെരിയാർ വാലിയുടെ ഭാഗത്ത് താമസിക്കുന്ന ആളുകളുടെ വീടുകളെല്ലാം തകർന്നു പോയി. ഇവർക്ക് വീടുകളില്ല, അവർക്ക് കിടന്നുറങ്ങാൻ സാഹചര്യമില്ല. ഈ ടെൻ്റ് എന്ന് പറയുന്നത് താൽക്കാലികമാണ്. എന്തെങ്കിലും പരിഹാരം നമുക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ഒരു വൃദ്ധമന്ദിരം ആരംഭിക്കാനായിട്ട്, ഒരു അമ്മച്ചിമാർക്ക് വേണ്ടിയിട്ട്, എല്ലാവരും തള്ളപ്പെടുന്ന അമ്മച്ചിമാരെ ചേർത്ത് പിടിക്കാനായിട്ടുള്ള ഒരു സ്ഥാപനം ആരംഭിക്കാൻ വേണ്ടി ഒരു 10 ലക്ഷം രൂപ മരീൻ അക്കാഡമി എന്ന് പറയുന്ന സ്ഥാപനം ഈ ഒരു ആവശ്യത്തിലേക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, പക്ഷേ ആ 10 ലക്ഷം രൂപ ഉപയോഗിച്ച് നമുക്ക് അവർക്ക് 10 വീട് എങ്കിലും ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞു. ചെറിയ രീതിയിൽ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. എന്തായാലും അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ദൈവം അത്ഭുതം ചെയ്തു. അങ്ങനെ നമ്മുടെ ഈ മേഖലയിൽ 23 വീടുകൾ, ഏകദേശം 4 ലക്ഷം രൂപയോളം ചിലവ് വരുന്ന രീതിയിൽ പരിപൂർണമായിട്ട് എല്ലാ പണിയും കഴിച്ച്, ടൈൽ വിരിച്ച്, അവർക്ക് ജനലും കട്ടിലെല്ലാം പിടിപ്പിച്ച് വളരെ മനോഹരമായ രീതിയിലുള്ള 23 വീടുകൾ നമുക്കിവിടെ ചെയ്തു കൊടുക്കാനായിട്ട് ദൈവം സഹായിച്ചു. അങ്ങനെ പിന്നീട് നമ്മൾ ഈ മേഖലയിലുള്ള ഒട്ടനവധി കാരുണ്യ പ്രവർത്തനങ്ങളിൽ നമുക്ക് പങ്കാളിത്തം വഹിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇന്നും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ കീരമ്പാറ ഗ്രാമപഞ്ചായത്തുമായിട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു പോവുകയാണ്. പക്ഷേ ഇനി എന്താണ് ഭാവി പദ്ധതികളൊക്കെ എന്താണ്? ഭാവി പദ്ധതികളെന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ കോതമംഗലം പട്ടണത്തിലാണ് ഞാൻ സുവിശേഷ വേല ചെയ്യുന്നത്. ആ പട്ടണത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നിന്നുള്ള ആളുകളാണ് നമ്മുടെ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് അവിടെ ഒരു ആരാധനാലയം പണിയപ്പെടാനായിട്ട് ഞങ്ങൾ വളരെയേറെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട ദൈവമക്കളാണ് അവിടെ പലരും കൂടി വരുന്നവർ. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ സ്വന്തമായിട്ടൊരു ആരാധന സ്ഥലം ഉണ്ടാകണമെന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ ആഗ്രഹവും അത്യാവശ്യവുമാണ്. അതോടൊപ്പം തന്നെ ഞാൻ മുമ്പേ ഓർപ്പിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു അമ്മച്ചിമാർക്കുള്ള ഒരു സ്ഥാപനം, അമ്മച്ചിമാരെയും അപ്പച്ചന്മാരെയും എല്ലാവരും തള്ളപ്പെടുന്ന ആളുകളെ ചേർത്തിട്ടുള്ള ഒരു സ്ഥാപനം ആരംഭിക്കണമെന്ന് വർഷങ്ങളായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വിഷയമാണ്. അതിനൊരു പേര് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് പ്രത്യാശ ഭവനം എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രത്യാശ ഭവനത്തിലൂടെ എല്ലാവരും തഴയപ്പെടുന്ന വിശ്വാസികളും അവിശ്വാസികളുമായിട്ടുള്ള ആരായാലും അവരെല്ലാവരെയും ചേർത്ത് ഒരു
മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ പാഷ്വാലിറ്റി ഒന്നും കൂടാതെ എല്ലാവരും ഒരുമിച്ച് ഉറങ്ങുവാനും അവർക്ക് വിശ്രമിക്കാനുമായിട്ടുള്ള ഒരു കേന്ദ്രം നമ്മൾ നടത്തുവാനായിട്ട് വളരെ വർഷങ്ങളായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ വലിയൊരു ആഗ്രഹമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മേഖലയിൽ സുവിശേഷീകരണം നടത്താനായിട്ട് നമുക്കൊരു ടീമായിട്ടുള്ള സഹോദരന്മാരുണ്ട്. അപ്പോൾ അവരോട് ഒരുമിച്ച് പോകുവാനും പരസ്യയോഗങ്ങളും അതുപോലെ മുറ്റത്ത് കൺവെൻഷനുകളൊക്കെ ഇപ്പം നമ്മൾ നടത്തി വരുന്നുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് ഉൾമേഖലകളിലൊക്കെ പോകാനും പ്രവർത്തിക്കുവാനുമായിട്ട് നമുക്ക് വളരെ ആഗ്രഹങ്ങളുണ്ട്. ഓക്കെ, എന്താണ് ഇനി പാസ്റ്റർക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സഹായങ്ങളോ എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടോ? ഇനിയിപ്പം ആരും തന്നെ ഞാനിപ്പോൾ ഈ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എൻ്റെ സ്വന്തം കൈയാൽ അധ്വാനിച്ചാണ് ഞാൻ സുവിശേഷ വേല ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫോറസ്റ്റിൽ ചെറിയൊരു ജോലി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ പുഴയിൽ വലയിട്ട് മീൻ പിടിച്ച് കിട്ടുന്ന ഒരു വരുമാനം ഉണ്ട്. അതുപോലെ ചെറിയ രീതിയിലൊരു കൃഷിക്കാരനാണ് ഞാൻ, കൃഷി ചെയ്യും. അതുപോലെ ചെറിയൊരു ബിസിനസ്സുണ്ട്. ഇങ്ങനെ കിട്ടുന്ന നന്മകളിൽ നിന്ന് ആണ് ഇപ്പോൾ നമ്മൾ ഈ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. മാത്രമല്ല, കഴിഞ്ഞ കോവിഡിൻ്റെ സമയം വന്നത് മുഖാന്തരമായിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു സാമ്പത്തിക കടബാധ്യതകളിലൂടെ കടന്നു പോകേണ്ടതായിട്ടും വന്നിട്ടുണ്ട്. അങ്ങനെ ബാധ്യതകൾ ഇങ്ങനെ കുറച്ച് തീർത്തു പോകുന്നു. എന്തായാലും ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ രീതിയിൽ സുവിശേഷീകരണം നടത്തുക. അതിനുവേണ്ടി ആരെങ്കിലും നമ്മളെ സഹായിക്കാൻ മുന്നോട്ട് വന്നാൽ അവരോട് ചേർന്ന് നിന്ന് പോകാനും നമുക്ക് സന്തോഷമുണ്ട്. ഓക്കെ, എന്താ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ പൊതുജനം അറിയണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടോ പാസ്റ്ററുടെ ജീവിതവുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പൊതുവായിട്ടുള്ള കാര്യങ്ങൾ? പൊതുജനം അറിയണമെന്നുദ്ദേശിക്കുന്നത് ഇപ്പോൾ സാമൂഹ്യപരമായിട്ട് നമ്മൾ അനുഭവിച്ചു വരുന്ന പ്രശ്നങ്ങൾ, ഇപ്പം രാഷ്ട്രീയത്തിലായാലും പൊതുരംഗങ്ങളിലായാലും നമ്മളെല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഏത് മേഖലയിലും നമ്മൾ നോക്കിയാലും അവിടെ എല്ലാം പ്രതിസന്ധികളാണ്. അതെ. അപ്പം ഇന്ന് നല്ലൊരു ശതമാനങ്ങളും പട്ടണങ്ങളിലും മറ്റിടങ്ങളിലുമൊക്കെ സുവിശേഷം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ എത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സുവിശേഷം എത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ സുവിശേഷപരമായിട്ട് വിശ്വസിച്ച് കടന്നു വന്ന ആളുകളിൽ പലരും പല കാരണങ്ങളാൽ അവഗണിക്കപ്പെടുകയും അവർ തള്ളപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ചർച്ചിൽ 4ഓളം സഹോദരന്മാരെ ബൈബിൾ സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചു. അവർ ദൈവവചനം പഠിച്ചു, മുന്നോട്ട് വന്നു. പക്ഷേ അവർ തുടർന്ന് കൈത്താങ്ങൽ കൊടുക്കാനായിട്ട് ഞങ്ങളുടെ സഭയ്ക്ക് ഒരു ഫണ്ടില്ലാത്തത് കൊണ്ട് അവരെ വേണ്ടവണ്ണം സുവിശേഷ വേലയിൽ പ്രാപ്തരാക്കാനായിട്ട് കൈത്താങ്ങൽ കൊടുക്കാനായിട്ട് കഴിയാത്തത് കൊണ്ട് അവരിപ്പോൾ പലരും അവരവരുടേതായിട്ടുള്ള ഉപജീവനത്തിൽ ഒതുങ്ങിക്കൂടി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ആ വിധത്തിലുള്ള ആളുകൾ ഇപ്പോൾ സുവിശേഷം അറിയിക്കാൻ തൽപരരായിട്ടുള്ള അങ്ങനെയുള്ള യൗവനക്കാരായിട്ടുള്ള ആളുകളായിരുന്നു അവർ. പക്ഷേ അവരെ മുന്നോട്ട് കൊണ്ടുവരുവാൻ കഴിയാത്തത് ഞങ്ങൾക്ക് വളരെ ഭാരമുണ്ട്. എന്താണ് പൊതുവെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്ന സുവിശേഷ പ്രവർത്തകരോടൊരു സന്ദേശം പറയാനായിട്ടുള്ളത്? നിരവധി ആളുകൾ സുവിശേഷ പ്രവർത്തനങ്ങൾ നിൽക്കുന്നു. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പല ആളുകളും പീഡിപ്പിക്കപ്പെടുന്നു, പലരും ഉപദ്രവങ്ങൾ ഏൽക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സന്ദർഭങ്ങളിൽ പൊതുവെ സുവിശേഷ പ്രവർത്തകരോട് പാസ്റ്ററുടെ ഇത്രയും നാളത്തെ ഏതാണ്ട് ഒരു 30 വർഷത്തോളം പാസ്റ്ററുടെ ജീവിത അനുഭവവുമായി ബന്ധപ്പെട്ട് എന്താണ് ഒരു സന്ദേശം പറയാനായിട്ടുള്ളത്? കർത്താവിൻ്റെ വേലയിൽ മുൻകാലങ്ങളിൽ ഇപ്പം നമ്മൾ ഇസ്രായേലിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവിടെ ഈ ആലയത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഗോത്രങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ ഗോത്രങ്ങളിലുള്ളവർ ആലയത്തിലെ ശുശ്രൂഷയും അതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അവരുടെ യാത്രകളിലെല്ലാം അവർക്ക് മറ്റുള്ളവരെ പോലെ സ്വന്തമായിട്ട് സ്ഥലമില്ല, സ്വന്തമായിട്ട് വീടില്ല, സ്വന്തമായിട്ട് പുൽപ്പുറങ്ങളോ പട്ടണങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അവർ ആ രീതിയിൽ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുമ്പോൾ യോശുവയുടെ പുസ്തകം 21-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യോശുവയുടെ അടുക്കിലേക്ക് അവരുടെ തലവന്മാരായിട്ടുള്ള ആളുകൾ ചെന്നിട്ട് ഇങ്ങനെ പുരോഹിതന്മാരായിട്ടുള്ള ആളുകൾ ചെന്നിട്ടൊരു ചോദ്യം ചോദിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞങ്ങൾക്ക് അവകാശമായിട്ട് മോശ എന്തെങ്കിലും തരുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾക്ക് എന്തെങ്കിലും അവകാശമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പറയുന്നു, ഉണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി
ദൈവം കരുതിയിരിക്കുന്ന പട്ടണങ്ങളും പുൽപ്പുറങ്ങളുമെല്ലാം നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ് യോശുവ അവർക്കത് പകുത്തു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പം ആ കൊടുക്കുന്നത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ 10 പട്ടണങ്ങൾ, 1 പട്ടണങ്ങൾ, 2 പട്ടണങ്ങൾ തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ മറ്റ് കെഹാത്യ കുടുംബങ്ങൾ അല്ലെങ്കിൽ മറ്റ് കുടുംബങ്ങൾക്ക് കൊടുത്ത അല്ലെങ്കിൽ മറ്റ് ആളുകൾക്ക് കൊടുത്തതിനേക്കാൾ എല്ലാം ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് ദൈവത്തിൻ്റെ വേല ചെയ്ത് ദൈവത്തെ സേവിക്കാനായിട്ട് ആലയത്തിൻ്റെ ഉപകരണങ്ങൾ ചുമന്നവർ, ആലയത്തിൻ്റെ നന്മകൾ അനുഭവിച്ച് മുന്നോട്ട് പോയി മാത്രം ശുശ്രൂഷയാക്കി മാറ്റിയ ആളുകളെ സംബന്ധിച്ച് അവർക്ക് വേണ്ടി ദൈവം കരുതിയ നന്മ അവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റുള്ളവരെക്കാട്ടിലെല്ലാം 10 മടങ്ങാണ്. കാരണം ആലയത്തിലെ നന്മ കൊണ്ടാണ് അവർ അതുവരെ അഗോപ്രത്തി കഴിഞ്ഞു വന്നത്. പക്ഷെ പിന്നത്തേതിൽ നമ്മൾ നോക്കുമ്പോൾ യോശുവയുടെ പുസ്തകത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നു. അതായത് ആ നന്മകളിൽ നിന്നും അവർക്ക് പട്ടണങ്ങൾ കൊടുത്തു. തിരുവെഴുത്ത് പറയുന്നു, നിങ്ങൾ പണിയാത്ത വീടുകളിൽ പാർക്കുകയും നിങ്ങൾ കുഴിക്കാത്ത കിണറുകളിൽ നിന്ന് കുടിക്കുകയും നിങ്ങൾ നടാത്ത മുന്തിരിവള്ളിയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യും, ഫലം അനുഭവിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വിശ്വസ്തയോടുകൂടെ കർത്താവിൻ്റെ വേല ചെയ്തിട്ടുള്ള ഒരു ദൈവദാസനെയും ഒരു ദൈവദാസിയെയും ഒരു ദൈവവൈതലിനെയും ദൈവം ഒരിക്കലും വഴിയിൽ ഉപേക്ഷിച്ച് കളയുകയില്ല. നന്മകൾ നൽകി അനുഗ്രഹിക്കും. അതിന് തെളിവാണ് ഞാൻ പറഞ്ഞത്, ആ പുരോഹിത കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾക്ക് പിന്നത്തേതിൽ ദൈവം കൊടുത്ത നന്മയെന്ന് പറയുന്നത് അവർക്ക് ഈ പട്ടണങ്ങൾ വിഭാഗിച്ചു കൊടുത്തു. മാത്രമല്ല വളരെ മനോഹരമായൊരു കാര്യം, അവർക്ക് ആലയത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന നന്മ അപ്പോഴും ലഭിച്ചുകൊണ്ടിരുന്നു, അത് നിന്നുപോയില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ദൈവത്തിൻ്റെ വേലക്ക് ഇറങ്ങിയ കർത്തൃദാസന്മാരുടെ കുഞ്ഞുങ്ങൾ, തലമുറകൾ, അവരെല്ലാം അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ഉയർന്ന ഉന്നതമായ സ്ഥായിലേക്ക് ദൈവം കൊണ്ടുവരും. ഇനി ഇതൊന്നും ലഭിച്ചില്ലെങ്കിലും നിത്യത ലഭിക്കും എന്നുള്ളതിനാണ് ഏറ്റവും വലുതായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ദൈവദാസന്മാരോട് പറയാനുള്ളൊരു അനുഭവം ഇതാണ്, കർത്താവ് നമുക്കും നമ്മുടെ തലമുറയ്ക്കും വേണ്ടി കരുതുന്നവനാണ്, മറന്നു പോകുന്നവനല്ല. അതുകൊണ്ടാണ് അവർ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോശ ഒന്നും പറഞ്ഞിട്ടില്ലേ, ഒന്നും കൽപ്പിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ യോശുവ പറയുന്നു, ഉണ്ട്, നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ആരും ഒരുപക്ഷെ നമ്മുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ കഷ്ടത വരുമ്പോൾ നമ്മളെ കണ്ടില്ലെന്ന് വരാം, പ്രയാസങ്ങൾ വരുമ്പോൾ കണ്ടില്ലെന്ന് വരാം. പക്ഷേ ദൈവം നമ്മളെ കാണുകയും അറിയുകയും കഷ്ടങ്ങളിൽ അവന് ഏറ്റവും അടുത്ത തുണയാണ്. ഓക്കെ പാസ്റ്റർ, എന്തായാലും ഇത്രയും സമയം പാസ്റ്ററോട് സംസാരിക്കാൻ കഴിഞ്ഞ വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. പാസ്റ്ററുടെ ജീവിതാനുഭവ സാക്ഷി നിങ്ങൾ കേട്ടു. നിങ്ങൾക്ക് പാസ്റ്ററെ വിളിക്കാം. പാസ്റ്ററുടെ ഫോൺ നമ്പർ ഇതിൻ്റെ അകത്ത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഈ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ചേർന്ന് പ്രവർത്തിക്കാനോ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. പാസ്റ്റർ കോതമംഗലം ടൗണിലാണ് സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ, അതായത് തട്ടേക്കാട്, പുന്നേക്കാട്, കോതമംഗലം ഏരിയകളിലൊക്കെ സുവിശേഷ വേല ചെയ്യുന്നു. ഈ പാസ്റ്ററെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഷെയർ ചെയ്യുക. ദൈവം എല്ലാവരും സഹായിക്കട്ടെ. പാസ്റ്ററെ വളരെയധികം നന്ദി. താങ്ക് യു.